പ്രേക്ഷകർ അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അത് സംഭവിക്കുന്നു. അതെ പ്രേക്ഷകർ, ഇതൊരു സ്വപ്നമോ എന്താ പറയുക ഒരു വിദ്യയോ ഒന്നുമല്ല, ഇത് സത്യം തന്നെയാണ് പ്രേക്ഷകരെ. വേറെ നമ്മുടെ ഗോവിന്ദിൻ്റെ അടുത്ത് നമ്മുടെ ഗീതു പണ്ടെങ്ങാനും പറഞ്ഞിട്ടുണ്ട്, ഒരു കുറച്ച് നല്ല പാട്ടുകളൊക്കെ എനിക്ക് പെൺഡ്രൈവിലാക്കി തരണം, എനിക്ക് കാറിൽ പോകുമ്പോൾ കേട്ടിട്ട് പോകാനാണെന്ന്. ഇത് ഓർത്തിട്ട് നമ്മുടെ ഗോവിന്ദ് പെൺഡ്രൈവിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുക തൻ്റെ ആ ഒരു പ്രണയം. നമ്മുടെ ഗീതുവിന് ആ ഒരു പെൺഡ്രൈവ് കൊടുക്കാൻ വേണ്ടി, ഗീതു കാറിൽ പോകുമ്പോൾ സർപ്രൈസ് ആയിട്ട് അറിയാൻ വേണ്ടി പ്രണയം. അപ്പുറത്തണമിൽ നമ്മുടെ ഗീതു അവിടെ ഇവിടെയൊക്കെ എഴുതി വെക്കുക നമ്മുടെ ഗോവിന്ദിനോടുള്ള പ്രണയം. ഗോവിന്ദ് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് അത് കണ്ട് ആ ഒരു പ്രണയം മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സരമായിട്ട് ആ ഒരു പ്രണയം അറിയിക്കാൻ വേണ്ടി എന്തായാലും കാത്തിരുന്ന് കാണാൻ പ്രേക്ഷകർ. ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പുറത്ത് നമ്മുടെ രാധികാമ്മയും വിജയലക്ഷ്മിയും ഏറ്റുമുട്ടുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ രാധികാമ്മ വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട്, ആദ്യം നീ മകളെ കയറ്റി, ഇനി ആ ഒരു മകളുടെ പിന്നാലെ അമ്മയ്ക്കും ഇവിടെ കയറി പറ്റാനുള്ള ഇടപാടാണെങ്കിൽ നീ നിർത്തിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ഔദാര്യത്തിൽ ഇങ്ങോട്ട് കയറി പറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമ്മുടെ രാധികാമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് വിജയലക്ഷ്മി. എന്തായാലും ഒരു കിടിലൻ എപ്പിസോഡുകൾ തന്നെയാണ് വരാൻ പോകുന്നത്, കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.